ഇവള് ജയിലിലായപ്പോഴേ ലീല പാതി ചത്ത പോലായി. മണി നിർമ്മലയുടെ കൂടെ പൊറുതി തുടങ്ങിയ പിന്നെ അവൾ എണീറ്റിട്ടില്ല. ചത്ത നന്നായി. ഒന്നും അറിയണ്ടല്ലോ. മല്ലിയെ മരണം അറിയിക്കാൻ കണ്ണൂർ വന്നത് ഞാനാ. അന്നും മണിയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഇവളും ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് തോന്നി. എടോ കേശവ. ഓ, എൻ്റെ ഭാര്യ, അല്ല ഭാര്യയായിരുന്നു, ഇപ്പം അവളെൻ്റെ ഭർത്താവാ. അവൾക്ക് വട്ടായി പോയി. മല്ലികേ, നിന്നെ വിമാനത്തിലെ വിടാവുന്ന ഞാൻ പ്രത്യേകം മന്ത്രിയോട് പറഞ്ഞിരുന്നതാ. പറഞ്ഞത് ഭവാനിയല്ലേ, ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റുമോടോ? പറ്റത്തില്ല പറ്റത്തില്ല. എവിടുന്നാ? വടക്കുന്ന ഉണ്ണിയാർച്ചയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ, കഴിഞ്ഞ മാസത്തിലെ. വേല എടുക്കാതെ ഉടവാളം വീശി നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ തന്നെയാണോ കെട്ടിയത്? അതെ, കുഞ്ഞിരാമൻ തന്നെ. ഗൾഫിലായിരുന്നു, ഇപ്പൊ രണ്ടുപേരും സൗദിയിൽ. അവൻ അങ്ങനെ തന്നെ വേണം. അല്ല പിന്നെ എന്താടോ കേശവ കുന്തം വിഴിഞ്ഞണക്കിക്കുന്നത്? മീൻ വെട്ടാനുണ്ടെന്ന് അറിഞ്ഞൂടെ? ഇപ്പൊ വരാ. ചട്ടി കിടക്കുന്ന തിമിങ്ങലെ ഇപ്പൊ ചീഞ്ഞു പോവുമല്ലോ. ഒക്കെ എൻ്റെ കാലിൻ്റെ കുഴപ്പാ. ഒരു ദിവസം അവൾ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാല് മുടക്കിയൊരൊറ്റ തൊഴി. അവളുടെ കയ്യിലിരുന്ന കത്തിക്കൊണ്ട് എന്നെ കാലിട്ടൊരൊറ്റ വെട്ടും. അങ്ങനെ എൻ്റെ കാലിന് ചട്ടും. അവൾക്ക് തലയ്ക്ക് വട്ടുമായി പോയി. ഇപ്പം അവൾ ഭർത്താവും ഞാൻ ഭാര്യയും. എന്താ പോരെ? എന്റെ മകളാ സുനന്ദ. ഭർത്താവ് ഗൾഫിലാ. അതിന്റെ സന്തോഷത്തിൽ എപ്പോഴും അവള്. ബാങ്കിൽ നിൽക്കുമ്പോഴാ ഫോൺ വന്നത്. മല്ലി കൂടെ ഒരാളും വന്നിട്ടുണ്ടെന്ന്. ഇതാ കൂടെ വന്ന ആള്? അതെ, ഞാൻ എനിക്ക് മനസ്സിലായി. മല്ലിക എവിടെ? മല്ലി, എടി മല്ലി. അമ്മയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, അതോ മോക്കുണ്ടോ? കുറെ കാലം കൂടിയാ. ഭവാനി അറിയണ്ട. ഞാനായിട്ട് പറയാം. അതെ, അകത്തിരുന്ന് കള്ളു കുടിക്കുക. ആ കേശവേട്ടനുണ്ട് കൂടെ. കേശവേട്ടൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇവന്റെ ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ളു കുടിച്ചാൽ പിന്നെ പ്രഷറിനും ഷുഗറിനും പ്രത്യേകിച്ച് ഗുളി കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരുമാതിരിപ്പെട്ട ഗുളിയെല്ലാം കൂടി അരച്ചു ചേർത്തിട്ടാണ് അവർ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. കേശവേട്ടോ ആയല്ലോ. ശിവോ, ഭരത്തന്മാർക്ക് ഇവിടെ വീടും കൂടിയൊക്കെ ആയി. ചേട്ടാ, ചേട്ടൻ ഒരു ലിവർ വരട്ടെ പറയട്ടെ. പോരട്ടെ. ചെട്ടിയാർ ശിവൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സാംബശിവൻ എന്ന് കേട്ടു. ആരും ചിരിക്കണ്ട, ശരിയാക്കും ഇപ്പൊ മായും. ഇതാണ് ശിവൻ, ചെട്ടിയാർ ശിവൻ. എന്താ നിന്റെ പേര്? സിൽവസ്റ്റർ സ്റ്റാലിൻ. കളിയാക്കിയതാ? ഭരത്തന്മാരെന്ന് ഇരുത്തി പൊറപ്പിച്ച ശീലം ഈ നാടിനില്ല. ആ ദുശീലമൊക്കെ താമസിയാതെ മാറും. വേണ്ട, കൂടുതൽ ഡയലോഗ് അടിച്ചാൽ കുപ്പി പൊട്ടും. പൊക്കോണം, നാളെ നേരം വെളുക്കുമ്പോ ഇവിടുന്ന്. അതിന് നീ കുപ്പിയും ഗ്ലാസ് ഒന്നും തല്ലിപ്പൊട്ടിക്കണ്ട. നാളെ നേരം വെളുക്കുന്നവരെ കാത്തിരിക്കാൻ വേണ്ട. നേരെ പുറത്തോട്ട് വന്നാൽ മതി. നല്ല പൊട്ടീരും ഞാൻ വെച്ചേരാം. കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഒരു അടി ഉണ്ടാക്കാനുള്ള പ്രശ്നമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇവനെ വിളിച്ചോണ്ട് പുറത്തോട്ട് പോയി. ശരിക്കും അറിയില്ല അവന്. ഈ നാട് പെശക. ഞാൻ അതിലും പെശക. എന്റെ വക കേശവട്ടാ, മല്ലികയുടെ കൂടെ വന്ന ഒരു ആൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിനാ അങ്ങ് പിടിപ്പിച്ചേ. ഇത് നമ്മുടെ സ്വന്തം ആളാ. ചേട്ടാ, പുതിയ കുപ്പിയൊന്നും വേണ്ട. ഇപ്പൊ കുടിച്ചെന്റെ ബില്ലും കൊടുത്താൽ മതി. ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് ജേക്കബ്. മല്ലിക ഞങ്ങളുടെ സ്വന്തം കുട്ടിയാ. എന്റെ പേര് സാംസൻ. ഒരു കാര്യം ഒന്ന് പറയട്ടെ. അച്ഛാ, ഈ മണിക്കുട്ടനും നിർമ്മലയും തമ്മിൽ ഒരുപാട് നാളായിട്ട് പ്രേമമായിരുന്നു. എന്ത് പ്രേമം? ഒക്കെ ഒരു കഥ പോലെയാ. നിർമ്മലയുടെ അച്ഛന്റെ കടയിൽ കണക്കപ്പിള്ളയായിട്ട് വന്നവനാണ് ആദ്യ ഭർത്താവ് സുധാകരൻ. അവളുടെ അച്ഛന്റെ നിർബന്ധം കൊണ്ടാ അവൾ അവനെ കെട്ടിയത്. അതിന്റെ ഒരു ഇഷ്ടക്കേട് അവൾക്ക് അന്നേ ഉണ്ടായിരുന്നു.
പിന്നെ സുധാകരന് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് അറിഞ്ഞതോടെ അതങ്ങ് കൂടി. ഇതെല്ലാം കണ്ടും കേട്ടിരുന്നവനാ മണി. പറ്റിയ സമയം മനസ്സിലായതോടെ അവൻ കയറി അങ്ങ് അടുത്തു. അവന്റെ ലക്ഷ്യം അവളുടെ കാശായിരുന്നു. അവൾക്ക് വേണ്ടതോ സ്വത്തിന്റെ അനന്തരാവകാശാൻ ഒരു കുഞ്ഞും. അവൻ മല്ലിക സുധാകരനെ കൊന്നത് മണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം നാട്ടുകാർക്കൊന്നും അറിയത്തില്ലേ? പിന്നെ അതൊക്കെ ഈ നാട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം. ഇവന് തന്നെ തൂക്കടാ. കാശ് കിട്ടിയ എന്തും ചെയ്യുമല്ലേ? അതിതുവരെ മനസ്സിലായില്ലേ? എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഈ വീടും പറമ്പും കൊടുത്താൽ 30 ലക്ഷം രൂപ വരെ കിട്ടും. അത് മുഴുവനും ഞാൻ തരും. സംഭവം പറ. ഒരാളെ കൊല്ലണം. കന്നുകുട്ടനെ ചത്തു കിടക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണണം. അവനെ കൊല്ലാൻ അത്രയും പൈസ ഒന്നും വേണ്ട. അതിന്റെ പകുതിയാണേലും മതി. ആ, ഉറപ്പാണോ? ഉറപ്പ്. പിന്നെ പട്ടിയെ കൊല്ലുന്ന പോലെ ഓടിച്ചിട്ട് കൊല്ലാനൊന്നും പറ്റത്തില്ല. അതിന് ചില സമയവും കാലവും ഒക്കെ ഉണ്ട്. അതുവരെ ഇവിടെ താമസിക്കാം. ഓ, ഇനി കിടന്നോളൂ. അകത്തൊരു കട്ടിലുണ്ട്. ഒരു കട്ടിലും മതിയല്ലോ. ഒരു പായം തലേനും തന്നാ ഞാൻ പുറത്ത് കിടന്നോളാം. അത് വേണ്ട, പുറത്ത് ഭയങ്കര തണുപ്പായിരിക്കും. ഏയ്, അങ്ങനെ തണുപ്പുണ്ടാ കോച്ചി പോകുന്ന ശരീരമൊന്നും അല്ലേ ഇത്. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഭയങ്കര ബോറാ. എൻ്റെ ഒരു സുഹൃത്ത് വരും നാളെ. പ്രയാസമുണ്ടേ ഇപ്പൊ പറയണം. പ്രയാസമൊന്നുമില്ല. ആരാ? കൊച്ചാപ്പി, മിസ്റ്റർ കൊച്ചാപ്പി. ഹലോ, ടാറ്റാ, വാ വാ. എന്റെ ദൈവമേ, നല്ല ചക്കച്ചള പോലെ ഇരുന്ന മനുഷ്യനാ. ഇപ്പൊ എന്നെ പറ്റിയടാ? ഇപ്പോഴും ചക്കച്ചള പോലെ തന്നെ, ഒരു മാറ്റവും. ജയിലിൽ കിടന്ന ഇങ്ങനെ ഗ്ലാമർ ആവുമെങ്കിൽ ഞാനും പോയി കിടക്കാൻ പോവാ കുറച്ച് നാള്. അതിനിപ്പോ ജീവപര്യന്തം കിടന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോണില്ല. ഇതാരാ ഇത്? മല്ലികയുടെ വകയിലൊരു അമ്മാവൻ. ഒരു വകയാന്ന് മനസ്സിലായി. ഞാൻ കൊച്ചാപ്പി. എന്താ പണി? അച്ഛന് കണ്ണുകിട്ടായിരിക്കാൻ കൂടെ നടക്കുന്ന പണിയാ. അതിന് പറ്റിയ മോന്താ. ആണല്ലേ? അതെ. നമ്മൾ കൂടുതൽ പരിചയപ്പെടേണ്ടി വരും. വേണ്ട വേണ്ട. കൊച്ചാപ്പി, ഓ, ആ ചേച്ചി ഒരു ഇച്ചര കുഴപ്പാ. അത് അച്ഛൻ എങ്ങനെ മനസ്സിലായി? മോൻ കണ്ടറിഞ്ഞൂടി, നാട്ടുകാർ കയറി കളൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ പേരന സതി ഭർത്താവിനെ മേടിച്ച് വന്നിട്ട് കൊറേ നാളായി. അപ്പൊ ഇവക്ക് സതി എന്നല്ല ചതി എന്നാണ് പേര് കണ്ടത്. കറക്റ്റ്. കൊള്ളാം. ആ വിജയോ, അപ്പൊ നിനക്ക് എന്റെ പേരൊക്കെ അറിയാം. പിന്നെ നീ ഭയങ്കര ഫേമസ് അല്ലേ? നീ മല്ലിയായിട്ട് എന്താ ബന്ധം? ഇതുവരെ ബന്ധമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ബന്ധം ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. ചോരേ നീരുള്ള മനുഷ്യരില്ലേ. ഒരു ദുർബല നിമിഷത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ ക്ഷമിച്ചേക്കണം കേട്ടോ. കളിയാക്ക, ഏയ് നിന്റെ വരവിന്റെ ഉദ്ദേശം എനിക്കറിയേണ്ടത്. കൊച്ചാപ്പി, എന്തോ ചേട്ടൻ വലിയ ഗൗരവത്തില. പറഞ്ഞേക്കല്ലേ? പിന്നെ പറയാം. സംഗതി തൊഴിലുറപ്പ് പദ്ധതിയാ. തൊഴിൽ കൊല്ലുക, ഉറപ്പ് കാശ് കിട്ടും. ആരെ? നീ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. മല്ലിക ജയിലിൽ നിന്ന് വന്ന് അന്ന് കൊല്ലുമെന്നും പറഞ്ഞാൽ ഇവൻ നടന്നിരുന്നത്. ഇവൻ എന്തെങ്കിലും ഒപ്പിക്കോട്ടോ.